ഹലോ, അർക്കൻ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ കൂടുതൽ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഡയപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഞങ്ങളുടെ ബേബീസിനൊക്കെ ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്കൊന്നും ആ ഡയപ്പറിന്റെ ഇതൊന്നും പിടിക്കത്തില്ല. ഒത്തിരി നേരമൊക്കെ യൂസ് ചെയ്യുമ്പം അതൊന്നും ഒരു ചെറിയൊരു ചൊറിച്ചൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് അധിക നേരം ഒന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമ്മളിപ്പം ഓൺലൈനിൽ നിന്നൊക്കെ ക്ലോത്തിന്റെ ഡയപ്പറൊക്കെ വാങ്ങിക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് പിന്നെയും വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പാഡ് പോലത്തെ ഒരു സാധനം കൂടെ വാങ്ങിക്കുന്നില്ലേ. അപ്പൊ നമുക്ക് അതൊന്നും ഒത്തിരി നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ മഴക്കാലൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുകയൊക്കെ ചെയ്യും. സാധാരണ പാൻറ്റീസിന്റെ കൂടെ തന്നെ നമുക്ക് അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപകാരപ്രദമായിരിക്കും. ഉണങ്ങി കിട്ടാനൊക്കെ വിഷമല്ല. അപ്പം ഇതൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസമായിരിക്കും. അപ്പം വീട്ടിൽ നമ്മൾ ചെറിയ ബേബീസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ബേബീസിനെ കാണാൻ വരുന്ന ആൾക്കാരും പിന്നെ നമ്മളൊക്കെ വാങ്ങിക്കുന്ന ഒരു സംഭവമാണ് ടർക്കി എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു സംഭവം അല്ലെ. അപ്പൊ നമ്മൾ കുറെ വാങ്ങിക്കും. കാണാൻ വരുന്നവരും അത്യാവശ്യത്തിന് ഇതൊക്കെ കൊണ്ടുവരും, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കുറച്ചു കാലം യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്നൊക്കെ രണ്ടോ മൂന്നോ തവണയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അതൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുത്തു വെക്കുക ചെയ്യുക. അപ്പൊ ഇതിനെ കൊണ്ട് നമുക്ക് അതുപോലത്തെ ഇപ്പൊ ഇതുപോലത്തേതൊക്കെയാണ് നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് നമുക്കിപ്പം ഒരുപാടൊന്നും വാങ്ങിക്കാനൊന്നും പറ്റത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ടർക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. തുണിയൊന്ന് ഇങ്ങനെ നിവർത്തി വെക്കുക. ആ ഒരു തുണിയുടെ മേലെ പാഡ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടും കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്കി എല്ലാ ഭാഗങ്ങളും കൂടി അതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും പീസുകളാണ് ആ ഒരു ഷീറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇടയ്ക്ക് വെച്ച് എൻ്റെ വോയിസ് ഒന്ന് കട്ടായിപ്പോയി. ഇപ്പം രണ്ടാമതും വോയിസ് കൊടുക്കുന്നതാണ്. ഇതുപോലത്തെ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 പീസ് ഒരുമിച്ച് വെക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി കട്ടിയിൽ കിട്ടുന്നത്. അതിൻ്റെ സൈഡ് ചുറ്റും നമ്മളൊരു കോട്ടൺ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ട് 1.5 ഇഞ്ചിൽ കോട്ടൺ തുണി നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് വെച്ചിട്ടൊന്ന് സൈഡ് മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോട്ടൺ തുണി ഇതിന്റെ അടിവശത്തായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക. എന്നിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം മറിച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഈ ഭാഗം കംപ്ലീറ്റ് 4 വശവും ഇതുപോലെ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. കണ്ടില്ലേ, നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലങ്ങളിലൊക്കെ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് പെട്ടെന്നൊന്നും തുണി ഉണങ്ങി കിട്ടില്ല. മഴയൊക്കെ ആയിക്കഴിഞ്ഞാലും എങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ഉണക്കിയിട്ട് ആറിയിട്ട് കഴിഞ്ഞാലും അതൊന്നൊരു ചെറിയൊരു കുളിപ്പെല്ലാം മാറി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ കുറച്ച് ചെയ്ത് വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മഴ സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല നീറ്റായിട്ട് വൃത്തിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിച്ചെടുക്കുന്നത്. അപ്പം ഒത്തിരി ഒന്നും നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതുപോലെ നമ്മൾ വീട്ടില് ഇതുപോലെ ടർക്കിയൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. ഇതുപോലത്തെ ഒരു സാധനമല്ലേ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്കാണ് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം.
എന്താ പറയാ, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനും നല്ലൊരു ഇതായിരിക്കും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.